ഫിസിക്കൽ പ്ലെയിനിൽ കൂടി കയറി ആസ്ട്രൽ പ്ലെയിനിൽ കൂടി സഞ്ചരിച്ച് ഇങ്ങനെ വരിക. അപ്പോൾ തന്നെ റെക്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ റെക്ടിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ഉണർവ് ഉണ്ടാവുകയാണ്. എന്താ ഉണർവ് എന്ന് പറയുക? ശരീരത്തിൻ്റെ എനർജി ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ ധ്യാനിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ആളുകളുടെ മൂലാധാരം, അതായത് ഈ പുറകുവശം മുട്ടലിൻ്റെ ആ ഭാഗത്ത് ഭയങ്കര ചൂടായിരിക്കും. കുണ്ടലിനിയും ചക്രങ്ങളും സർ, ഈ കുണ്ടലിനി യോഗ എന്നൊക്കെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എങ്ങനെ കുണ്ടലിനെ ഉണർത്താം? രണ്ട്, ചക്രങ്ങൾ എങ്ങനെ ഹീൽ ചെയ്യാം? ഒന്ന് പറയുമോ സർ? അത് വാസ്റ്റായിട്ടുള്ളൊരു ഫീൽഡാണ്. കാരണം കുണ്ടലിനി എന്ന് പറയുന്ന ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു വെർഷനാണ് അത്. ആക്ച്വലി കുണ്ടലിനി എന്ന് പറഞ്ഞാൽ എടുത്ത് കാണിക്കാനായിട്ടൊന്നും പറ്റില്ല. കാരണം പിന്നെ പോയിട്ടാണ് ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാലൊന്നും കിട്ടുമൊന്നുമില്ല. അൾട്രാസൗണ്ടോ അല്ലെങ്കിൽ മറ്റേ MRI ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല. MRI എന്ന സാങ്കല്പികമായിട്ടുള്ളൊരു എനർജി സങ്കല്പമാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ. കുണ്ടലിനി എന്ന് പറയുമ്പോൾ അതിനകത്ത് സാധാരണ രീതിയിൽ 8 ആയിട്ട് ചിന്തിക്കുന്ന 8 രീതിയിൽ പല തരത്തിലും ചിന്തിക്കും. അത് തിരിച്ചും 8 ഇങ്ങനെ 2 തരത്തിൽ ക്രോഡീകരിക്കുന്ന ഒരു രീതിയിൽ ചില ആചാര്യന്മാർ കാണിച്ചിട്ടുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ അത് മൂലാധാരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എനർജി ലെവലാണ്. അപ്പോൾ ഉണർത്തുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അവിടെ നിൽക്കട്ടെ. കാരണം ഉണർത്തണോ വേണ്ടോ എന്നുള്ളത് ദാറ്റ് ഈസ് അപ് ടു യു. അല്ലെങ്കിൽ എന്താണ് ടു ദ പേഴ്സൺ. അപ്പോൾ ശരീരത്തിൻ്റെ എനർജി കുണ്ടലിനിയിൽ മാത്രമല്ല നിൽക്കുന്നത്. കുണ്ടലിനി എന്ന് പറയുന്നത് അതിൻ്റെ ബേസ്മെൻ്റാണ് ആക്ച്വലി. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു ആജ്ഞാചക്ര. ഇത് ആജ്ഞാചക്രയാണെങ്കിൽ ഇത്രയും ഭാഗം വളരെ സെൻസിറ്റീവായിട്ടൊരു ഭാഗമാണ്, മർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന സാധനമാണ്. അതായത് ഇതിന് താഴെ ഇത്രയും ഭാഗം ബേസിക്കലി പറയുകയാണെങ്കിൽ ഇതിന് നേരെ ഒരു വര വരച്ചിട്ട് പുറകിലേക്ക് വരയ്ക്കുക. സെൻട്രൽ നിന്ന് ഉച്ചിയിൽ നിന്ന് നേരെ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇത് ജോയിൻ ചെയ്യുന്ന ഭാഗം പിനിയൻ ഗ്ലാൻഡ് എന്ന് പറയുന്ന അവസ്ഥ. മാങ്ങടിയുടെ മാതിരി ഇരിക്കുന്ന അവസ്ഥയാണ് അത് പിനിയൻ ഗ്ലാൻഡ്. അത് കാണാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ഉറങ്ങുമ്പോഴും വർക്ക് ചെയ്യുന്നത് പിനിയൻ ഗ്ലാൻഡാണ്. അതിൽ കൂടി നേരെ താഴത്തേക്ക് മൂലാധാരത്തിലേക്ക് പോകുന്നതാണ് ബ്രഹ്മനാഡി എന്ന് പറയുന്ന. അത് ഗ്രീൻ കളറായിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറയും. കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഇവിടെ ഇത് രണ്ട് പർപ്പസിനാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. ഈ തൊട്ട് താഴെ ഈ മൂക്കിൻ്റെ തുമ്പ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും ഒരു ഒറ്റ ഇടി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള അറിയാമല്ലോ. ഇവിടെ ഒരു ഇടി കൊടുത്താൽ അല്ലെങ്കിൽ ഇവിടെ ഒരു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അത്ര മർമ്മമാണത്. അപ്പോൾ നമ്മളിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ണിൽ ഈ സ്ഥാനത്ത് പ്രകാശം വന്നിരിക്കണം. ആ പ്രകാശത്തെയാണ് നമ്മൾ അബ്സോർബ് ചെയ്ത് നേരെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ഞാൻ ചെയ്യിപ്പിക്കുന്ന മെത്തേഡ് അതാണ്, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുക. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിസിക്കൽ പ്ലെയിനിൽ കൂടി കയറി ആസ്ട്രൽ പ്ലെയിനിൽ കൂടി സഞ്ചരിച്ച് ഇങ്ങനെ വരിക. അപ്പോൾ തന്നെ റെക്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ റെക്ടിഫിക്കേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ഉണർവ് ഉണ്ടാവുകയാണ്. എന്താ ഉണർവ് എന്ന് പറയുക? ശരീരത്തിൻ്റെ എനർജി ഇപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ ധ്യാനിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ആളുകളുടെ മൂലാധാരം, അതായത് ഈ പുറകുവശം മുട്ടലിൻ്റെ ആ ഭാഗത്ത് ഭയങ്കര ചൂടായിരിക്കും. മൊത്തത്തിലൊരു അൺഈസിനെസ് ഉണ്ടാവും. കാരണം ഇത് റെക്ടിഫൈഡ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ദീക്ഷ കിട്ടുമ്പോഴൊക്കെ അദ്ദേഹം ഗുരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റായിട്ട് ബോഡിയെ ക്രമപ്പെടുത്തിയിട്ട് മാത്രമേ ഉപദേശം കൊടുക്കുള്ളൂ. കാരണം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1,00,000 ഗുരുവൊക്കെ ജയിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ പവർ വരും, ശരീരത്തിൻ്റെ പവർ വരും, നെഗറ്റീവ് എനർജി വരും. എനർജി വന്നാൽ താങ്ങാനുള്ള കപ്പാസിറ്റി നമുക്കില്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. ഭ്രാന്ത് പിടിക്കണ വരും, മട്ടു പിടിക്കണ വരും. അതിന് വേറെ മരുന്നൊക്കെ കൊടുക്കേണ്ടി വരും കേട്ടോ. അതിനുള്ള വിധികളൊക്കെ ഉണ്ട് കേട്ടോ, മരുന്നിനും കാര്യങ്ങളൊക്കെ വിധികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പൂജ പഠിപ്പിക്കുന്നുണ്ട്, അസ്ട്രോളജിയും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ പരിശീലിപ്പിക്കുക ഫസ്റ്റ്. അപ്പോൾ പരിശീലിപ്പിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂലാധാരത്തിനെ ക്രമപ്പെടുത്താനാണ് ബേസിക്കലി പറയുകയാണെങ്കിൽ മൂലാധാരം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 7 ചക്രാസാണ് മെയിനായിട്ടുള്ള ചക്രാസ് പറയുക. ഇത് ഒരുപാട് ചക്രാസും ഡിഫറൻ്റ് ആയിട്ടുള്ള തലത്തിലുണ്ട്. കാരണം ഈ ചക്രാസ് എന്ന് പറയുന്നത് എനർജിയെ സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലം എന്നാണ്. സ്റ്റോർ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ജോയിൻറ്റിലും ഇപ്പോൾ കവലകൾ കണ്ടിട്ടില്ലേ, 4 കൂടിയ കവല, 3 കൂടിയ കവല എന്നൊക്കെ പറയുന്നത്. 3 കൂടിയ കവലയ്ക്കാണ് കൂടുതൽ പവർ. 3 കൂടിയ കവലയ്ക്ക് ഭയങ്കര പവറാണ്. കാരണം അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ഇപ്പോൾ പഴവങ്ങാടി ഗണപതി 3 കൂടിയ കവലയാണ്. ശരിയാണ്. പറവൂരുണ്ടായിരുന്നു മൂകാംബികയിൽ ഇരിക്കുന്ന 3 കൂടിയ കവലയിലാണ്. ദക്ഷിണ മൂകാംബികയിലിരിക്കുന്ന ഫ്രണ്ടിലിരിക്കുന്ന ഗണപതി, പുറത്തിരിക്കുന്നത് അത് 3 കൂടിയ കവല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഭയങ്കര പവറായിരിക്കും. 3 കൂടി കവല എനർജി പാസിംഗ് ആണ്.
നമ്മൾ ഇതിൻ്റെ നടുക്കാൻ നിൽക്കുന്നത്. ശരിയാണ്. ഈ നടുക്ക് നിന്നിട്ട് നമ്മൾ എനർജിയെ നമ്മൾ ഇതാക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് എവിടെ ഉണരുന്നത്? കുണ്ടലിനിയാണ് ഉണരുന്നത്. ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഉണരുക വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണരുമൊന്നുമില്ല. ഉണർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുപിടിക്കും. കാരണം എന്താ? നമ്മളതിന് ഒരു സാധനം എടുത്തിട്ടില്ല. നമ്മളെ പ്രിപ്പറേഷൻ ഒരുപാട് ആവശ്യമാണ്. പ്രിപ്പയർഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് സാധിക്കും. അതിനാണ് ഒരു നാമം ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സിദ്ധി വരുത്തുക എന്ന് പറയും. സിദ്ധി വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഉരുവുകൾ പറഞ്ഞിട്ടുണ്ട്. ഓം നമഃ ശിവായക്ക് ഇപ്പോൾ എത്ര സംഖ്യ ജപിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പവർ വരും. ആ പവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏത് മന്ത്രവും അത്രയും ജപിക്കേണ്ട കാര്യമില്ല. ശരി. സിദ്ധി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഒരു അടവ് പഠിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ കളരി പഠിച്ചു കഴിഞ്ഞാൽ ഏത് കളരിയും ഏത് അഭ്യാസവും നമുക്ക് നടത്താൻ പറ്റും. ഏത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. കാരണം എന്താ? ഒരു ബേസ് കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ ബേസ് ഉണ്ടാക്കണം. ബേസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഗുരുവിൻ്റെ കീഴിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ അഭ്യസിക്കണം. അല്ലാണ്ട് ഈ പടം നോക്കി നമ്മുടെ TV ഒക്കെ നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാല് പൊങ്ങി നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ചിലപ്പോൾ ഈ 2 ചാനലുകൾ കയറി വന്നപ്പോൾ കണ്ടില്ലേ എന്ന പോലെയോ. അപ്പോൾ ആ രീതിയിലുള്ള അല്ലാതെ കുണ്ടലിനെ ഉണർത്തുക കുണ്ടലിൻ്റെ എനർജി ലെവലിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇട പിങ്കള സൂക്ഷ്മന എന്ന് പറയുന്ന ആ എനർജി ലെവലിലാണ്. അത് പ്രാണായാമത്തിൽ കൂടി സാധിക്കും. പലതരത്തിൽ സാധിക്കും. അത് പ്രാണായാമം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കുംഭകം വെച്ചിട്ട് ഓരോ അത് ചെയ്യിക്കാറുണ്ട്. അതിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാത്തതിൻ്റെ കാരണം വെച്ചാൽ അതിന് ക്ലാസ് എന്നുള്ള രീതിയിലല്ലോ. അപ്പോൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയെ ക്രമപ്പെടുത്തുന്നതാണ് ഇത്. ശ്വസനക്രിയ. ഇപ്പോൾ ഒരാൾ വളരെ സരസമായിട്ട് കാര്യം പറഞ്ഞു. നിങ്ങൾ 50 വയസ്സ് ജീവിക്കുന്ന ഒരാൾ 55 വയസ്സ് വരെ ജീവിക്കണമെങ്കിൽ ശ്വാസം ക്രമപ്പെടുത്തുക. ശ്വാസം കുറേശ്ശെ എടുത്തു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ 10 മിനിറ്റിൽ ഇത്ര തവണ എന്നുള്ളത് 10 തവണ അതിൽ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആൾ പോകും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സരസമായിട്ട് പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര കിലോ അരി കഴിക്കണം, ഇത്ര ടൺ അരി കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ കഴിച്ചു പോയി, അതുകൊണ്ട് ഇനി കഴിക്കാൻ പറ്റില്ല. വയറ് പ്രശ്നമായി, ഇനി കഴിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്ന് പറഞ്ഞ മാതിരിയാണ്. കാരണം ഇത് എത്രമാത്രം നമ്മൾ കുറേശ്ശെ എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു ഉദാഹരണമാണ്. ഒരു സരസമായിട്ട് സംസാരിച്ചുവെങ്കിലും അതിനൊരു കാരണങ്ങളുണ്ട്. ബേസിക്കലി നമ്മൾ എല്ലാം നിജപ്പെടുത്തിയിട്ട് ജീവിതം കൊണ്ടുപോകുക. അത് കൺട്രോൾഡ് ആയിരിക്കുക, ഡിസിപ്ലിൻഡ് ആയിരിക്കുക. എന്നാൽ മാത്രമേ ഈ പ്രാണായാമം ശരിക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് റീക്കി ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. റീക്കിയിലാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. റീക്കി ഞാൻ പഠിച്ചതാണ്, ഇത്ര ഡിഗ്രി എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതല്ല ഇവിടെ വിഷയം. ഇതെല്ലാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ്, എനർജിയെ ബേസ് ചെയ്തിട്ടാണ് മനുഷ്യ ശരീരത്തിലുള്ള കുണ്ടലിനിയുടെ. അപ്പോൾ ഓരോ ചക്രാസിനും ഓരോ കളറുണ്ട്, ഓറയ്ക്കും ഓരോ കളറുണ്ട്. അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ഇന്ന ഓറകൾ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. വളരെ ഇതാണ് കാരണം. നമ്മൾ പ്രശ്നം നോക്കാൻ വരുന്ന സമയത്ത് അയാളുടെ ആ എനർജി ലെവൽ നമുക്ക് അറിയാൻ പറ്റും. ഒരാൾ നടന്നു വരുന്നത് അത് സാമുദ്രിക ശാസ്ത്രമാണ്. നടന്നു വരുന്ന ആ നടപ്പ്, ഇരിപ്പ്, സംസാരത്തിൻ്റെ ധ്വനി, ടോൺ, ഇതെല്ലാം ഒരാളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ബേസ് ചെയ്യുന്നത് എവിടെയാണ്? ഈ എനർജി ലെവലാണ്. ഈ എനർജി ലെവലിന് താറുമാറായ ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അറിയാൻ പറ്റും, പോകണം. മനസ്സിലാവണം. അപ്പോൾ ബേസിക്കലി എനർജി നമ്മുടെ പ്രകൃതി എനർജിയാണ്, ഹോളിസ്റ്റിക് ആയിട്ടുള്ള പവറാണ്. ആ പവർ നമ്മുടെ തീർച്ചയായിട്ടും ഉണർത്താൻ പറ്റും. അത് വളരെ ഗുരുവിൻ്റെ കീഴിൽ മാത്രമേ അഭ്യസിക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒരിക്കലും അഭ്യസിക്കരുത്. അഭ്യസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും, നമ്മുടെ എനർജിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മനസ്സിലാവണ്ടോ? അത് എത്ര തരത്തിൽ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം, എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്, എൻ്റെ പരിഹാരം എന്നിൽ തന്നെയാണ്. ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സർക്കംവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സന്തോഷം. അപ്പം എല്ലാവർക്കും ഈ പറയുന്ന കുണ്ടലിനി ഉണർത്താനും പ്രോപ്പറായിട്ടുള്ള രീതിയിലുള്ള ഒരു അഭ്യാസ രീതിയിൽ കൂടെ ഈ പറയുന്ന ചക്രങ്ങളെ ബലപ്പെടുത്താനും ഓറകളെ ബലപ്പെടുത്താനും കഴിയട്ടെ. സന്തോഷം, നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.